വേറെ MDMA കേസും മറ്റതുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ഈ കേസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം വളരെ സ്പഷ്ടവും വളരെ പ്രശ്നകരവുമാണ്. പക്ഷേ അതിനെ സമീകരിച്ച് മറ്റൊരു തരത്തിലേക്ക് ചർച്ചയിൽ മറുപടി പറയാനുള്ള രജിൻ്റെ ശ്രമമുണ്ട്. താങ്കളുടെ മറുപടി അതിനെന്താണ്? ഏതായാലും റജിൻ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡുണ്ട് 2021. അതുപോലെ തന്നെ IT ആക്ടിൻ്റെ സെക്ഷൻ 69A ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഡിലീറ്റ് ചെയ്യിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റിന്, കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പോൾ ഡൽഹിയിലെ സമരവും വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടു. പല ലാത്തി ചാർജിൻ്റെയും ക്രൂരമായ മർദ്ദനത്തിൻ്റെയും എല്ലാം വീഡിയോയും ഫോട്ടോയും കൃത്യമായി മെറ്റയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ മെറ്റയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിച്ചത്. ഇപ്പോൾ കേരളത്തിലും ഇത്തരം ഇപ്പോൾ കൈരളി ചാനലിൻ്റെ, റിപ്പോർട്ടർ ചാനലിൻ്റെ, മലയാളം ന്യൂസിൻ്റെ ഒക്കെ എത്രയോ കാർഡുകളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് നേതാക്കന്മാർ പ്രതികരിച്ചത് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എൻ്റെ ഓഫീസിൽ നിന്നല്ല, നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കും, ഞാൻ കൂടെ നിൽക്കാം. ഇപ്പം ഇന്ന് മെറ്റയുടെ ക്ലാരിഫിക്കേഷൻ ഇന്നും ഇന്നലെയൊക്കെ പുറത്തു വന്നില്ലേ? കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കിട്ടിയെന്ന് പറയുന്നു. ഇത്തരം വാർത്തകളോ ചില കാർഡുകളോ ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ, ഒഴിവാക്കിയാൽ അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഈ വാർത്ത പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, ആരെങ്കിലും കേസിൽ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ഇപ്പോൾ DYFIയോ യൂത്ത് കോൺഗ്രസോ യുവമോർച്ചയോ ആരായാലും രാസലഹരിയും ഇതുപോലെ നിരോധിക്കുന്ന കോൺട്രബാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരാളും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, കുറേ പേരൊക്കെ പറഞ്ഞു. ഏത് പേര്, എവിടത്തെ ഏത് കേസ്, ഇന്ന കേസെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. ഏതെങ്കിലും സംഘടനയിൽ പണ്ട് പ്രവർത്തിച്ചവർ പിന്നീട് കേസിൽ പ്രതിയായി, ആ സംഘടന തള്ളി പറഞ്ഞിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രവർത്തിച്ചവരാണെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ല, ഇപ്പം മെമ്പർഷിപ്പിലുള്ളവരാണെങ്കിൽ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് നുണ പറയുന്നത്? ഇപ്പം മുഖ്യമന്ത്രിക്ക് പറയാലോ, 2021 മുതൽ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ ഉണ്ടല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ. ഇതൊന്നും LDF പോസ്റ്റ് ചെയ്തതല്ല, CPM പോസ്റ്റ് ചെയ്തതല്ല. ഇതെല്ലാം ഈ കേസിലെ പ്രതികൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്, വീഡിയോസ് അടക്കം. അദ്ദേഹം തന്നെ ഈ മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തി വെങ്ങോല പട്ടണത്തിലൂടെ പ്രകടനം നയിച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പോകുന്ന വീഡിയോ അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഈ വെങ്ങോല എന്ന് പറയുന്ന പ്രദേശം എൻ്റെ പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വിവരങ്ങൾ ഉള്ളതാണ്. അതായത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രചാരകനായിട്ട് മാറുക, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അടുത്ത ആളായിട്ട് മാറുക, VD സതീശൻ ആ വീട് സന്ദർശിക്കുക, തിരിച്ച് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് സന്ദർശിക്കുക, കോഴിക്കോട് നടക്കുന്ന പരിപാടിയുടെ പോലും ഇഫ്താർ വിരുന്നിൻ്റെ പോലും സംഘാടകനായിട്ട് ഇയാൾ മാറുക, പ്രാദേശികമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത സ്വാധീനം പ്രതിപക്ഷ നേതാവിൽ ഇദ്ദേഹത്തിന് ഉണ്ടാകുക. എന്നിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കേസ് വന്നപ്പോൾ പച്ചയായ നുണ വന്ന് ചാനലുകളിൽ പറയുക, പത്രസമ്മേളനത്തിൽ പറയുക. ഇന്ന് പറയുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, പലരും ഫോട്ടോ എടുക്കും എന്ന രൂപത്തിൽ. ഇത് വസ്തുത കറക്റ്റാണ്. 5 കൊല്ലം സോഷ്യൽ മീഡിയ കൺവീനർ ആയിരുന്നു. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് മയക്കുമരുന്നും MDMAയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെല്ലാം രൂപത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഇത് വിതരണം ചെയ്യാനും കേസുകളിൽ നിന്ന് ഒളിക്കാനും ഏതെല്ലാം തരത്തിൽ ഇത്തരം ഓഫീസുകളുടെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രാദേശിക കോൺഗ്രസ് MLA MPമാരുടെ, മന്ത്രിമാരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തിലൂടെ പുറത്തു വരൂ. ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസും മെയിലും മറ്റെല്ലാം പരിശോധിച്ചാൽ കുറച്ചൊക്കെ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിയും. കാരണം എല്ലാ ട്രാൻസാക്ഷനും, ബാങ്ക് ട്രാൻസാക്ഷൻ, ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ വന്നല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് അന്വേഷണ ഏജൻസി തന്നെ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഈ കേസിൻ്റെ അന്വേഷണം ഒരു സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എത്ര ന്യായീകരിച്ചാലും ഈ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ശരി.